ഞാനിന്നേ ഒരു കത്തിരിക്ക ഫ്രൈ ചെയ്യാനായിട്ട് അരിഞ്ഞു വെച്ചേക്കുവാണ്. ഈ കനത്തിൽ വേണം അരിയാനായിട്ട്. നല്ലവണ്ണം അരിഞ്ഞ് കഴുകിയതിന് ശേഷം ഉപ്പ്, മുളക് പൊടി, മസാല, മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് പുരട്ടി വെച്ചിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പാനിലോട്ട് വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാവേ. എണ്ണയൊക്കെ ഒഴിച്ചിട്ട് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ പുരട്ടി വെച്ചിരുന്ന ആ കത്തിരിക്ക ഒന്ന് ഇതിലോട്ട് മാറ്റാവേ. ഇതുപോലെ നമുക്ക് നിരത്തി ഇങ്ങനെ വയ്ക്കാം. അതൊന്ന് ഒരു സൈഡ് വെന്ത് വരുമ്പോൾ തിരിച്ചിടാം. ഒരു സൈഡ് നല്ലവണ്ണം ഫ്രൈ ആവണം. അത് കഴിഞ്ഞിട്ട് മറു സൈഡും കൂടെ ഒന്ന് ഫ്രൈ ആയാൽ നമ്മുടെ കത്തിരിക്ക ഫ്രൈ റെഡിയാവും. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ഫ്രൈ ആവട്ടെ. ഒരു സൈഡ് നല്ലവണ്ണം ഫ്രൈ ആയിട്ടുണ്ട്. നല്ല നെമ്മി നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത് പോലെ ഇരിക്കും. നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കുകയും ചെയ്യും. നല്ല ചൂടോടെ കഴിച്ചാൽ ഭയങ്കര ടേസ്റ്റുമാണ്. അപ്പോൾ ഇത് ഏകദേശം മറു സൈഡും റെഡി ആവാറായിട്ടുണ്ട്. നമുക്കൊന്ന് മാറ്റാവേ. അങ്ങനെ നമ്മുടെ കത്തിരിക്ക ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ചൂടോടെ നല്ല ക്രിസ്പി ആയിട്ട് ഇരിപ്പുണ്ട്. കണ്ടോ, ക്രിസ്പി ആയിട്ടുണ്ട്. ചൂടോടെ ഫ്രൈ ചെയ്തിട്ട് ചൂടോടെ തന്നെ അങ്ങ് കഴിക്കാം. ചോറിനും ചപ്പാത്തിക്കും ഒക്കെ ഇതൊരു സൈഡ് ഡിഷായിട്ട് നമുക്ക് എടുക്കുകയും ചെയ്യാം. ഓക്കെ, ബൈ.